നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയിലെ കാൻബറയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ ഓസ്ട്രേലിയൻ സർവകലാശാലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വലിയ ആശങ്കയിലാണ്. ഓസ്ട്രേലിയയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന ചൈനീസ് വിദ്യാർത്ഥികളാണ് അവധിക്കാലത്ത് നാട്ടിൽ പോയി അവിടെ കുടുങ്ങിപ്പോയത്. ഫെബ്രുവരി അവസാനത്തോടുകൂടിയാണ് ഓസ്ട്രേലിയയിലെ മിക്ക സർവകലാശാലകളിലും പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. ചാന്ദ്ര പുതുവർഷ ആഘോഷത്തിനായി ഭൂരിഭാഗം ചൈനീസ് വിദ്യാർത്ഥികളും നാട്ടിലേക്ക് പോയിട്ടുണ്ട്. പുതുവർഷത്തിന് മുമ്പ് തന്നെ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ ചൈനീസ് പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ഓസ്ട്രേലിയ സർക്കാർ ചൈനയിൽ നിന്ന് വരുന്നവർക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനീസ് പൗരന്മാരെ ഓസ്ട്രേലിയ അതിർത്തിയിൽ തടയുകയും ചെയ്യുന്നു. വുഹാനിൽ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ ഓസ്ട്രേലിയ നിർത്തിവെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. 2 ലക്ഷത്തിലധികം ചൈനീസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നത്. ഇതിൽ 1.5 ലക്ഷത്തിലധികം പേർ ഇപ്പോൾ നാട്ടിലാണെന്നാണ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഓഫ് ഓസ്ട്രേലിയ ചീഫ് എക്സിക്യൂട്ടീവായ ഫിൽ ഹണിവുഡ് പറഞ്ഞത്. കൊറോണ വൈറസ് ഭീഷണി നേരിടാനുള്ള പോരാട്ടത്തിലാണ് ഓസ്ട്രേലിയ. ചൈനയിലുണ്ടായിരുന്ന ഓസ്ട്രേലിയൻ പൗരന്മാർ തിരികെ കൊണ്ടുവന്ന് ക്രിസ്മസ് ദ്വീപിലാണ് ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. ചൈനീസ് പൗരന്മാർക്കും കഴിഞ്ഞ 14 ദിവസത്തിനിടെ ചൈന സന്ദർശിച്ചവർക്കും ഓസ്ട്രേലിയ കനത്ത വിലക്ക് തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. US, UK, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ചൈനയിൽ നിന്ന് വരുന്നവർക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുമുണ്ട്. കൊറോണ വൈറസ് വ്യാപിക്കുന്ന ചൈനയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ പൗരന്മാരെ വിദൂര ദ്വീപിൽ തടങ്കലാക്കുന്നതിനെ ന്യായീകരിച്ച് ഓസ്ട്രേലിയൻ സർക്കാർ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. അഭയാർത്ഥികളെയും കുറ്റവാളികളെയും ഒഴിവാക്കുന്നതിനായാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഏതാനും ഓസ്ട്രേലിയൻ പൗരന്മാരെ ചൈനയിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് മോറിസൺ സൂചിപ്പിച്ചു. കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ നിന്ന് 100-ലധികം പൗരന്മാരെ തിരികെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇപ്പോൾ ഉള്ളത്. ഇവരെല്ലാം വിദൂരമായ ക്രിസ്മസ് ഐലൻഡിലെ ക്വാറന്റൈൻ ക്യാമ്പിലേക്ക് അയക്കാനാണ് സർക്കാരിന്റെ തീരുമാനമെന്നും അറിയുന്നു. ഓസ്ട്രേലിയൻ അഭയാർത്ഥികളെ സമുദ്രാതിർത്തി ലംഘിച്ചതിനെ പിടിയിലാക്കുന്നവരെയും താമസിപ്പിക്കുന്നതിന് ക്രിസ്മസ് ഐലൻഡിൽ തന്നെയാണ്. ഈ സംവിധാനം വ്യാപകമായ എതിർപ്പാണ് നേരിടുന്നത്. അഭയാർത്ഥികളോട് മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ഓസ്ട്രേലിയയുടെ നടപടിയെ ഐക്യരാഷ്ട്രസഭ വരെ വിമർശിച്ചിട്ടുമുണ്ട്. ഓസ്ട്രേലിയയിലെ ജനങ്ങളെ വൈറസ് ബാധയിൽ നിന്ന് രക്ഷിക്കാനാണ് ചൈനയിൽ നിന്ന് വരുന്ന രോഗബാധ സംശയിക്കുന്നവരെ മാറ്റി നിർത്തേണ്ടതെന്ന് ആഭ്യന്തരമന്ത്രി പീറ്റർ ഗട്ടർ പറയുകയും ചെയ്തു. രോഗബാധ സംശയിക്കുന്നവരെ 14 ദിവസമെങ്കിലും മാറ്റി നിർത്തി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും മന്ത്രി പറഞ്ഞു. സിഡ്നിയിലെയോ മെൽബണിലെയോ ഏതെങ്കിലും ആശുപത്രി ഇതിനായി ഒഴിപ്പിക്കാനാവില്ല. ഇത്രയധികം ആളുകളെ താമസിപ്പിക്കുവാൻ ക്രിസ്മസ് ഐലൻഡ് അല്ലാതെ മറ്റൊരു സ്ഥലമില്ല എന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സർക്കാരിന്റെ തീരുമാനത്തെ ഓസ്ട്രേലിയൻ മെഡിക്കൽ അസോസിയേഷൻ എതിർക്കുകയാണ് ചെയ്തത്. പൗരന്മാരെ ഓസ്ട്രേലിയയിൽ തന്നെ ക്വാറന്റൈൻ ചെയ്താൽ മതിയെന്നാണ് ഓസ്ട്രേലിയൻ പറയുന്നത്. വിദേശ കുറ്റവാളികളെ താമസിപ്പിക്കുന്നതിനായുള്ള ജയിലുകൾ പോലുള്ള സൗകര്യങ്ങളാണ് ക്രിസ്മസ് ഐലൻഡിന്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ അഭയം തേടിയെത്തിയ 4 ശ്രീലങ്കൻ കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ കുടുംബങ്ങളെയും ക്രിസ്മസ് ഐലൻഡിലെ തദ്ദേശീയരെയും ക്വാറന്റൈൻ ക്യാമ്പിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഗട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.